ഹായ് എവരിവൺ. നമുക്കൊരു 5 minutes നോക്കാം അലീന ജോയിൻ ചെയ്യുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹായ് അലീന. ഹായ് നിരഞ്ജന. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം സെലീനിയത്തിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തി അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡി പൈച്ചാമ് തന്നെയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവര് ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക കേട്ടോ. ആരാ ഷെയർ ചെയ്യുന്നേ? അലീന ഷെയർ ചെയ്യോടാ. ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ ഞാൻ എൻ്റെ ചെയ്തായിരുന്നു. ഞാൻ 2 ക്ലാസ് കയറിയിരുന്നില്ലേ കഴിഞ്ഞ തവണ? അലീന ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റലേഷൻ ഓൾറെഡി. ശരിയാ. അഖിലേന്ദു ഷെയർ ചെയ്യടാ. അതിന് എന്നൊക്കെ ഷെയർ ചെയ്തേ? പൈച്ചാം. ഓക്കെ. പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അലീന നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ബാക്കി അനഘ, അഖിലേന്ദു, അതുപോലെ കൃഷ്ണകുമാർ, നിങ്ങൾ 3 പേരും പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ന്യൂ പ്രൊജക്ട്, ഫയൽ ന്യൂ പ്രൊജക്ട്. അതിന് പൈത്തൺ സെലീനിയം എന്ന് പേര് കൊടുത്തോളൂ. പൈത്തൺ സെലീനിയം പ്രാക്ടീസ് എന്നങ്ങനെ പേര് കൊടുത്തോളൂ. ഇഷ്ട സ്ഥലത്ത് ഓപ്പൺ ആക്കോളൂ, നോ ഇഷ്യൂസ്. ഓക്കെ. ഇതില് ടെർമിനൽ ഓപ്പൺ ചെയ്ത് എല്ലാവരും വ്യൂവിലെ ടെർമിനൽ ഉണ്ടോ? വ്യൂ പോയിക്കേ. അവിടെ താഴെ തന്നെ ഉണ്ടടാ, താഴെ തന്നെ ഓപ്ഷൻ ഉണ്ട് നമ്മളുടെ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഐക്കൺ കണ്ടോ? യെസ്, ടെർമിനൽ ലെഫ്റ്റ്. ഓക്കെ, എല്ലാവരും ടെർമിനൽ എടുത്തോ. കൃഷ്ണകുമാർ, അനക്ക് എടുത്തായിരുന്നോടാ? എടുത്തു. അവിടെ ടൈപ്പ് ചെയ്യാട്ടോ, പിപ്പ്, PIP, പിപ്പ്. മാം, ഞാനാണെങ്കിൽ കുറെ നാൾ മുന്നേ സെലീനിയം ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഇതിൽ ചെയ്തായിരുന്നോ? പൈച്ചാമിൽ ചെയ്തായിരുന്നോ? ചെയ്തു. പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തേ. ഒരു വട്ടം കമാൻഡ് കൊടുത്തോ? കമാൻഡ് കൊടുത്തോ? ഇൻ കേസ് അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ പിന്നെ ഓൾറെഡി സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് വരും. രണ്ടാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. പിപ്പ് ഇൻസ്റ്റാൾ. അനഘയുടെ ആണോ മറ്റേ ഇതുള്ളത്, മാക്കിന്റെ സിസ്റ്റം ഉള്ളത്? അതെ. അപ്പൊ അനഘയുടെ പിപ്പ് 3 ഇൻസ്റ്റാൾ എന്നാണേ വരിക. ഇൻസ്റ്റാൾ സെലീനിയം. ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ. അനഘയ്ക്ക് പിപ്പ് 3 ഇൻസ്റ്റാൾ അടിച്ചപ്പോ എന്താ വന്നേ? എനിക്ക് a new release of pip is available 26.0.1. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ ആവുന്നുണ്ടോ? എന്നിട്ട് to update run pip install
-- upgrade pip. ആ കമാൻഡ് ഒന്ന് കൊടുത്തേ. ഓക്കെ. കൃഷ്ണകുമാറിന് ഇൻസ്റ്റാൾ ആവുന്നില്ലേടാ? റണ്ണിങ് ആണ്. എല്ലാവർക്കും ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പറയാ കേട്ടോ. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകില്ല എന്തുണ്ടേല് ഇത് സെയിം, അതായത് എ ന്യൂ റിലീസ് ഓഫ് പിപ്പ് ഈസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുവാണെങ്കിൽ പറയാ കേട്ടോ. സ്ക്രീനിലെത്തി. എത്തിയോടാ അനഘ? അതുപോലെ കൃഷ്ണകുമാർ എത്തിയോടാ ഇതുവരെ? കൃഷ്ണകുമാർ എത്തിയോ? എങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലേ? ഒരു കാര്യം ചെയ്തോളൂ, നമ്മളുടെ പൈത്തൺ സെലീനിയം പ്രൊജക്റ്റില് ഏറ്റവും ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. പേര് കൊടുക്കാം ബേസിക് സെലീനിയം. കഴിച്ചു കഴിഞ്ഞില്ല, കഴിച്ചോണ്ടിരിക്കുക. എല്ലാവരും ക്രിയേറ്റ് ചെയ്ത ബേസിക് സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയല്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂടാ, ബേസിക് സെലീനിയം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് വേണ്ട കേട്ടോ. ഇനിറ്റ് വേണ്ടടാ, ഇനിറ്റ് വേണമെന്ന് മാൻഡേറ്ററി അല്ല. കഴിഞ്ഞോ? ഗുഡ്. അടുക്കള കൊണ്ടുവച്ചോ കേട്ടോ. അടുക്കള കൊണ്ടുവയ്ക്കണം. നല്ല മോളല്ലേ. ഓക്കെ, ഇനി അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ഡിനീഷ്യലൈസ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഇനി ഇനീഷ്യലൈസ് ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ സെലീനിയം വെബ് ഡ്രൈവർ എന്നിട്ടൊരു കോമ്പോണന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? സെലീനിയം വെബ് ഡ്രൈവർ എന്നൊരു കോമ്പോണന്റ് നമുക്കുണ്ട്. അതിന്റെ ആ കോമ്പോണന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് സെലീനിയം വെബ് ഡ്രൈവറിനെ യൂസ് ചെയ്യാനായിട്ട്
ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്, അതായിരിക്കും നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏതൊരു വെബ് അപ്ലിക്കേഷനെ ആക്സസ് ചെയ്യണമെങ്കിലും നിങ്ങളോട് ഞാൻ മാനുവലി പറയാണ്, ഈ ഒരു സ്പെസിഫിക് URL-നെ ഒന്ന് ആക്സസ് ചെയ്യൂ എന്ന് ഞാൻ മാനുവലി പറയുവാണെങ്കിലും ശരി, ഓട്ടോമേറ്റ് ചെയ്ത് പറയുകയാണെങ്കിലും ശരി, ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രൗസർ വേണ്ടേ? ഏതെങ്കിലും ബ്രൗസർ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടും വേണം, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റാർട്ട് ടാബിൽ നിന്ന് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ ക്രോമിന്റെ ഐക്കണെ ക്ലിക്ക് ചെയ്യുന്നത്, അതായത് ഇതിന്റെ ഇൻസ്റ്റൻസിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്, ബ്രൗസറിന് ഇൻസ്റ്റൻസിന് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് webdriver. ഇത് നമുക്ക് നമ്മൾ ഏത് ബ്രൗസറിനെയാണോ ചൂസ് ചെയ്യുന്നത് അതിന്റെ അക്കോർഡിംഗ് .chrome അല്ലെങ്കിൽ .firefox അല്ലെങ്കിൽ .edge ഏതാണോ ഉള്ളത് അതിന്റെ അക്കോർഡിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ടൈപ്പ് ചെയ്തേടാ, self.driver equals webdriver.chrome. ആ വെബ് ഡ്രൈവറിന് ഇമ്പോർട്ട് ചെയ്തേടാ, ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തോ, selenium.webdriver. വെബ് ഡ്രൈവറിന് ഇമ്പോർട്ട് ചെയ്തേടാ, selenium.webdriver. അത് തന്നെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്ത ഈ സ്റ്റെപ്പാണ് ഒരു ബ്രൗസറിന്റെ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഫയർഫോക്സ് അല്ലെങ്കിൽ എഡ്ജ് എന്നെല്ലാം പറഞ്ഞ് ഡിഫറെന്റ് ബ്രൗസേഴ്സിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സെലീനിയത്തിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് ഈസ് പോസിബിൾ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സിനോടുള്ള ആക്സസിബിലിറ്റി നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഞാനിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബിക്കോസ് ഇത് സെലീനിയത്തിന്റെ മോസ്റ്റ് ബേസിക് ആണ്. അതുകൊണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറയാം കേട്ടോ. അലീന ഓൾറെഡി സെഷൻ കേട്ടതാണ്, സ്റ്റിൽ അലീനയ്ക്ക് ആണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, കൃഷ്ണകുമാറിന്റെ ക്ലിയർ ആണോടാ? അഖിലേന്ദുവിന് ക്ലിയർ ആണോടാ? ഓക്കെ, സോ നമ്മളിപ്പോ എന്ത് ചെയ്തു? ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു അല്ലേ? ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഒരു URL-നെ ആക്സസ് ചെയ്യാന്നുള്ളത് അല്ലേ? സോ URL-നെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഗെറ്റ്. ഓക്കെ, ഗെറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു URL-നെ ആക്സസ് ചെയ്യുന്നത്. ഒരു URL ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ URL-നെയാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നിങ്ങൾ മാനുവലി ക്ലിക്ക് ചെയ്ത് എങ്ങനെ ആക്സസ് ചെയ്തോ അതേപോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് പൈച്ചാമിലേക്ക് വരിക, താഴെ ടൈപ്പ് ചെയ്തോളൂടാ
self.driver dot get ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ കോട്ട്സിൽ നിങ്ങളുടെ അതങ്ങ് കൊടുത്ത URL അങ്ങ് പാസ് ചെയ്തേടാ. ഡബിൾ കോട്ട്സിൽ URL പാസ് ചെയ്യാം. യെസ്. ഇനി ഒരു കാര്യം ചെയ്യാം, ബേസിക് സെലീനിയത്തിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനീഷ്യലൈസ് ബ്രൗസറിനെ ഇൻവോക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത കോഡ് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേടെ ഈ ഫയലിനെ മുകളിൽ. യെസ്, അത് തന്നെ എക്സിക്യൂട്ട്. അതാ വരുന്ന URL ആക്സസ് ആയില്ലേടാ. അപ്പൊ എല്ലാവർക്കും URL ആക്സസ് ആയിട്ട് കണ്ടോ? അനഘ അതുപോലെ കൃഷ്ണകുമാർ, നിങ്ങൾക്ക് ആക്സസ് ആക്കി കണ്ടോടാ? അലീനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കോട്ടോ. ജസ്റ്റ് നമ്മളന്ന് ഔട്ട് കണ്ടതാണ്, എന്നാലും നിങ്ങൾ ഒന്നുകൂടെ വേണേൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ. എനിക്കൊരു എറർ അടിച്ചേക്കോ. ഷെയർ ചെയ്യോടെ സ്ക്രീന്. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തേടാ. പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം സക്സസ് ആയിരുന്നില്ലേ? Error running basic_selenium cannot run program in directory python_selenium. ഇത് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തതിന്റെ എന്തോ ഇഷ്യൂ ആണല്ലോടാ. ഡിലീറ്റ് ചെയ്യുന്നെങ്ങനെയാ? ക്ലിക്ക് ചെയ്യാം, അതില് റീഫാക്ടർ കൊടുക്കാം, റീനെയിമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തേ, പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്താൽ നോക്കട്ടെ. പൈത്തൺ പ്രൊജക്ട് 1 മാറ്റിയിട്ട് പൈത്തൺ SCL എങ്ങാനും കൊടുത്തു കൊടുത്താൽ python_selenium നോക്കി. Directory is not empty. Create from existing source. A new window. basic_selenium എടുത്തേനെ. ഓക്കെ, ആഡ് വേണ്ട, ക്യാൻസൽ. ആഡ് ഓക്കെ, ക്യാൻസൽ കൊടുക്കാം. ബേസിക് എക്സിക്യൂട്ട് ചെയ്തടാ. ഒരു വട്ടം കൂടി ഇമ്പോർട്ട് ചെയ്തേ. ഇമ്പോർട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം ഒരു വട്ടം കൂടി കൊടുത്തേടാ. ടെർമിനലിലൂടെ കിടക്കുന്നു. മാം, എനിക്ക് ക്രോം ഡ്രൈവർ നോട്ട് ഓപ്പൺ എന്നാ കാണിക്കുന്നത്, ഒന്നും വരുന്നില്ല. ക്രോം ഡ്രൈവർ നോട്ട് ഓപ്പൺ എന്നാ? ക്രോം ഇൻസ്റ്റാൾഡ് അല്ലേ?
ഇല്ല, ഇതില് സഫാരി ഉള്ളൂ. സഫാരി മാത്രമേ ഉള്ളൂ. ഉള്ളൂ. എങ്കിൽ വെബ് ഡ്രൈവർ ഡോട്ട് സഫാരി കൊടുത്തേടാ. ഓക്കെ. ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ബ്രൗസറും കൂടെ അഡീഷണലി ഇൻസ്റ്റാൾ ചെയ്യണേടാ. ഓക്കെ, ഞാൻ ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. നെക്സ്റ്റ് സെഷനിലേക്ക് ചെയ്താൽ മതി. നിരഞ്ജന, എന്റെ ആയാലും കോഡ് റൺ ചെയ്തിട്ട് ബ്രൗസർ ഓപ്പൺ ആയി വരുന്നില്ല. നിനക്ക് എന്തായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നേ? ഞാൻ ഷെയർ ചെയ്യട്ടെ. മാം, എനിക്കിപ്പോ ഓപ്പൺ ആയി. എനിക്ക് തോന്നുന്നില്ല ക്രോം ഉണ്ടാവേണ്ടതാണ് ആക്ച്വലി. അത് ടൈം എടുത്തു. ഓക്കെ, ആ വെബ് സെലീനത്തിന്റെ അവിടെ കൊണ്ട് കേഴ്സർ വെച്ചേടാ. ഓക്കെ, ഇപ്പൊ പോയല്ലോ. ഒരു വട്ടം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തേനെ. ഇവിടെ ഓപ്പൺ ആയി. കൃഷ്ണമാർ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാ. അനകേടാ ഓക്കെ ചെയ്യുന്നല്ലേടാ പറഞ്ഞേ? വന്നു, പക്ഷെ കൊറേ നേരം എടുത്തു. ഓക്കെ, ലാഗ് എടുത്തതായിരിക്കാം, ചിലപ്പോ ടൈം ലാഗ് ആയതായിരിക്കാം. അലീന ഷെയർ ചെയ്തേ. ഇനി അങ്ങനെ ഇഷ്യൂ വരുവാണെങ്കിൽ നോക്കാവേ. അലീന ഷെയർ ചെയ്തു. നല്ലടാ. ഓക്കെ, ലോഡിംഗ് ആണേ. എടാ അത് കമന്റ് ചെയ്തിട്ടിരിക്കുവാടാ. ലൈൻ നമ്പർ 20, 21 ഒന്ന് അൺകമന്റ് ചെയ്തേ. ഓക്കെ ഓക്കെ, ഞാൻ വീണ്ടും എഴുതിയായിരുന്നു ഇത്, പക്ഷെ അതിലും ഉണ്ട്, എറർ ഉണ്ട്. നിക്കട്ടോ, കാണിച്ചേ. 2 തവണ എഴുതണ്ടടാ, ഒറ്റ തവണ എഴുതിയാൽ മതി. അതുകൊണ്ടാണോ രണ്ടാമത്തെ? ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ വീണ്ടും ചെയ്തതാ, പക്ഷെ അതിലേക്ക് എററാ വന്നത്. ഡോട്ട് എഡ്ജ് അല്ലേ? എഡ്ജ് ആണല്ലോ നിന്റെ അല്ലേ? എഡ്ജിന്റെ ഈ ക്യാപ്സ് കൊടുത്തേ. ഇതിന്റെ ക്രോമും ഇല്ല അല്ലേ അലീനയുടെ? ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണേടാ ക്രോം. ഓപ്പൺ ആയി വന്നില്ലേ? ഓക്കെ, ഇനി നമ്മളിപ്പോ വിൻഡോയെ ഓപ്പൺ ആക്കി കണ്ടു അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിതില് ഒരു മാക്സിമൈസ് ബട്ടൺ ഉണ്ടാവും അല്ലേ? വിൻഡോ മാക്സിമൈസേഷന് നമുക്കൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമൈസിങ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മാക്സിമൈസ് ചെയ്യാനായിട്ട് താഴെ കൊടുക്കൂ, ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് കമാൻഡ് ആയിട്ട് കൊടുക്കാം സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് മാക്സിമൈസ് അണ്ടർസ്കോർ വിൻഡോ. സജഷൻ വന്നതിനെടുത്തോ. ഓക്കെ, ഒരു വട്ടം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തേടാ. അലീന ഇപ്പൊ ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നത്തെ റിമൂവ് ചെയ്യാം കേട്ടോ. നീ എന്റെ മുന്നത്തെ സെഷനിൽ ഇരുന്നപ്പോ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? ആ ഫയല് ഡിലീറ്റ് ചെയ്യണേടാ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മാക്സിമൈസ് ആയി കണ്ടോ സ്ക്രീന്? കണ്ടോടാ? എല്ലാവർക്കും കിട്ടിയോ? എറേഴ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്കിനി google.com അല്ലെങ്കിൽ example.com ആയ സൈറ്റാണ് ആക്സസ് ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെ ആക്സസ് ചെയ്യും ഓട്ടോമേഷനില്? യെസ്, കറക്റ്റ്. self.driver.getOff എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ ആ URL അങ്ങ് പാസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോടാ? ഓക്കെ, ഇനി നമ്മളുടെ ഈ വിൻഡോയെ 2 തരത്തിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും.
നമ്മളിപ്പോൾ ഓപ്പൺ ആയ വിൻഡോയെ രണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് വൺ ബൈ ക്ലിക്കിംഗ് ഓൺ ദാറ്റ് ടാബിന്റെ തൊട്ട് നമുക്ക് വേണമെങ്കിൽ ആ ടാബിനെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ എൻറ്റയർ വിൻഡോയെ ക്ലോസ് ചെയ്യാം, അല്ലേ? രണ്ട് ഓപ്ഷൻസ് ഇല്ലേ നമുക്ക്? അപ്പോൾ ഇൻ കേസ് എനിക്ക് ക്ലോസ് ചെയ്യേണ്ടത് ജസ്റ്റ് ആ ടാബിനെയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ self.driver.close എന്ന് കൊടുത്താൽ മതി. ഇവിടെ ടൈപ്പ് ചെയ്യരുത്, റീസൺ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ജസ്റ്റ് കേട്ടാൽ മതി. വിൻഡോയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ self.quit എന്ന് കൊടുക്കണം. മനസ്സിലായോ? ടാബ് ക്ലോഷറിന് വരുന്നത് ക്ലോസ് ഫംഗ്ഷനും വിൻഡോ ക്ലോഷറിന് വരുന്നത് ഏതാണ്? ക്വിറ്റ് ഫംഗ്ഷനും ആണ്. ക്ലിയർ ആണോ അത്? ഓക്കെ, എന്റെ തൊട്ട് താഴെ കൊടുത്തേടാ ഡെഫ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ, ക്ലോസ് ബ്രൗസർ. ടൈപ്പ് ചെയ്തോളൂ self.driver.close. എന്നിട്ട് s.closeDriver. ക്ലോസ് ബ്രൗസറിനെ വിളിച്ചോളൂ. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേടാ. എഡ്ജ് ഓപ്പൺ ആയി, ഒന്ന് ക്ലോസ് ചെയ്ത് പോയി, അല്ലേ? എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നടന്നു എന്ന് മാത്രം. ക്ലിയർ ആണോടാ? ഇത് ക്ലിയർ ആണോ ഞാൻ ഇതുവരെ പറഞ്ഞത്? ഇനി ആ driver.closeനെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പകരം കൊടുക്കൂ self.drive. അതല്ല, കമന്റ് മാറിപ്പോയി. self.driver.quit. മോളെ വേസ്റ്റ് ബിന്നിലിടത്, മോളെ ബിന്നിലുണ്ടിട്ടെ, ബിന്നിലുണ്ടിടും. അതിട അവിടെ. ഒരു വട്ടം കൂടി എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. ഇത്തവണ നമ്മുടെ എൻറ്റയർ വിൻഡോ ആയിരിക്കും ക്ലോസ് ആവുന്നത്. ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങള്, അതായത് ഒരു URLനെ ഗെറ്റ് ചെയ്യുന്നത്, വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നത്, ക്ലോസ്, ക്വിറ്റ്, 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 4 കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ക്വിറ്റും ക്ലോസ് ആവുന്ന എനിക്ക് മനസ്സിലായില്ല. രണ്ടും എനിക്ക് സെയിം ആയിട്ട്. ക്ലോസ് എന്ന് വെച്ചാൽ ടാബിന്റെ ക്ലോഷർ ആണ്. ലെറ്റ്സ് സേ നമ്മുടെ കയ്യില് ഒരു നമ്മുടെ വിൻഡോയിൽ 3 ടാബ്സ് ഓപ്പൺ ആയിട്ടെങ്കിൽ ഞാൻ എനിക്ക് എന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ടാബിനെ മാത്രം ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് യൂസ് ചെയ്യും? .close യൂസ് ചെയ്യും. ഇനി ലെറ്റ്സ് സേ എനിക്ക് എന്റെ വിൻഡോ ആണ് ക്ലോസ് ചെയ്യേണ്ടതെങ്കിലോ .quit കൊടുക്കും.
ഓക്കെ. ഇപ്പൊ നമ്മൾ റൺ ചെയ്തപ്പോ ആകെ ആ ടാബ് മാത്രമല്ലേ ഓപ്പൺ ആയുള്ളൂ. അപ്പൊ അതല്ലേ അത് അപ്പൊ ഈ എൻ്റയർ വിൻഡോ ആണോ സിനാരിയോയിൽ ടാബാണോ ക്ലോസും ക്ലോസ്? കിട്ടും, സെയിം വേ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് സിനാരിയോസ് വരില്ല, അതായത് ഒന്നിൽ കൂടുതൽ ടാബ്സ് ഓപ്പൺ ആവുന്ന സിനാരിയോസ് ഒക്കെ വരത്തില്ലേ? ആ ടൈമിലാണ് മനസ്സിലായി ക്ലോസും മനസ്സിലായി. കിട്ടും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. ഉം. മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ ഏത് ടാബാ ക്ലോസ് ചെയ്യണ്ടേന്ന് അതെങ്ങനെ അറിയാ? കുറെ ടാബ് ഓപ്പൺ ആണെങ്കിൽ കുറെ ടാബ്സ് ആണെങ്കിൽ നമ്മൾ അതിന് ഐ ഡി വെച്ച് കൊടുക്കും. നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് എങ്ങനെ ഒരു ടാബിന്റെ ഐ ഡി ഗെറ്റ് ചെയ്യാം എന്നെല്ലാം പഠിക്കാനുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്കത് വരുന്നുണ്ട്, അന്നേരം പറയാം കേട്ടോ. ഒരു ഡൗട്ട്, ഇത് പെട്ടെന്നല്ലേ നടക്കുന്നത്? അപ്പൊ ഈ മാക്സിമൈസ് ആവുന്നുണ്ടോ, ആ ടാബ് തന്നെയാണോ ക്ലോസ് ആവുന്നത്? ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? അന്ന് വേണമെങ്കിൽ ഒന്ന് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തു നോക്കൂ. ടൈം ഡോട്ട് സ്ലീപ്പ് എന്ന് കണ്ട് കൊടുക്കാൻ വേണമെങ്കിൽ, അതായത് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ ടൈം ഡോട്ട് സ്ലീപ്പ് എന്ന് കൊടുത്തേടാ. ടൈം ഡോട്ട് സ്ലീപ്പ് ഓഫ് 5. ആ ടൈമിനെ ഇമ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷൻ. അതേപോലെ മാക്സിമൈസ് വിൻഡോയ്ക്ക് ശേഷം ഒന്ന് കൊടുത്തോളൂ. അത് എറർ പോയിന്റ് സെയിം താഴേക്ക് കോപ്പി ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ? മാം എനിക്ക് ടൈം ഡോട്ട് സ്ലീപ്പ് ഇമ്പോർട്ട് ചെയ്യാൻ കാണിച്ചില്ല. ഷെയർ ചെയ്തടാ, ഞാനത് ഷെയർ ചെയ്തേ. ഓക്കെ. കുറച്ച് ബ്ലറി ആണ് എടാ. ടൈമിന്റെ അവിടെ കൊണ്ട് കേഴ്സർ വെച്ചേ. മൊഡ്യൂൾ ടൈം കുറച്ച് മുകളിലേക്ക് പോയിക്കേ. ഓട്ടോ ഇമ്പോർട്ട് ആയോ നോക്കട്ടെ. മുകളിലേക്ക് പോയിക്കേ. 3യിലാണ് സെലീനിയം വെബ് ഡ്രൈവർ കിടക്കുന്നത്. ലൈൻ നമ്പർ 1ൽ എന്താ കിടക്കുന്നത് നോക്കട്ടെ. ഡയറക്റ്റ് ഇമ്പോർട്ട്. ശരി ശരി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പോർട്ട് ആയതാടാ. ശരി ശരി. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങളിപ്പോ ചെയ്തതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ URLനെ ആക്സസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത് അല്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇപ്പൊ കറന്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ബ്രൗസർ ഏതാണോ ആ ബ്രൗസറിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് ആണെന്ന് വിചാരിക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രൗസർ കമാൻഡ്സ്. ഓക്കെ, ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോ യൂസ് ചെയ്ത ഗെറ്റും മാക്സിമൈസ് വിൻഡോ അല്ലെങ്കിൽ ക്ലോസ് ക്വിറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ബ്രൗസർ കമാൻഡ്സ് ആണ് ആഡ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും പോപ്പുലർ ആയിട്ട് നമ്മൾ എപ്പോഴും ബ്രൗസർ കമാൻഡ്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. അലീന ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ബ്രൗസർ കമാൻഡ്സ് py പിന്നെ ലേറ്റർ റിമൂവ് ചെയ്യണം.
ബേസിക് ബ്രൗസർ കമാൻഡ്സ്. അലീന വേണമെങ്കിൽ ഹാൻഡിൽ ബേസിക് ബ്രൗസർ കമാൻഡ്സ് എന്ന് കൊടുത്തോളൂ കേട്ടോ, ഓൾറെഡി ബേസിക് ബ്രൗസർ കമാൻഡ്സ് ഉള്ളത് കൊണ്ട്. ഓക്കെ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഈ ഹാൻഡിൽ ബേസിക് ബ്രൗസർ കമാൻഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് ബേസിക് സെലീനിയത്തിൽ നിന്നാണ്. ബ്രാക്കറ്റ്സിൽ കൊടുത്തോളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മളുടെ ബേസിക് സെലീനിയത്തിലുള്ള നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ആക്സസിങ് ഇല്ലേടാ, ലൈൻസ് ഒന്ന് കമന്റ് ചെയ്യാമോ? ക്ലാസിന്റെ ഒബ്ജക്ട് ക്രിയേഷൻ, അതുപോലെ ക്ലോസ് ബ്രൗസർ, ഇനീഷ്യലൈസ് ബ്രൗസർ, മൂന്നൊന്ന് കമന്റ് ചെയ്തിട്ടേ. ഓക്കെ, ഇനി കോഡിലേക്ക് വരിക കേട്ടോ. ഇതുവരെ എല്ലാവരും എത്തിയോ? നമ്മളിപ്പോ ഇവിടെ ബേസിക് സെലീനിയത്തിന് ഇവിടെ ഇൻവോക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഏതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേടാ. ഈ ക്ലാസ്സിന് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇനി ബ്രൗസർ കമാൻഡ്സിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഏതൊക്കെ ഫങ്ഷൻസിന് ആക്സസ് ചെയ്യാൻ പറ്റും? പറഞ്ഞേ, നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചല്ലേ? ക്ലോസ് ബ്രൗസർ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലൈസ് ബ്രൗസറിനെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനീഷ്യലൈസ് ആക്സസ് ചെയ്യാൻ പറ്റും. പറ്റത്തില്ലേ? ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കൺസ്ട്രക്ടർ അല്ലേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പാരന്റ് ക്ലാസ്സിൽ ഏത് ഫംഗ്ഷനെ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്തൂടെ? ഇപ്പൊ ബേസിക് സെലീനിയം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ബ്രൗസർ കമാൻഡ്സ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ പാരന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഇപ്പൊ ഈ ക്ലാസിന്റെ ബേസിക് ബ്രൗസർ കമാൻഡ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ പാരന്റ് ആരാ? ആരാടാ? ബേസിക് സെലീനിയം ക്ലാസ്. യെസ്, ബേസിക് സെലീനിയം എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. ഈ ബേസിക് സെലീനിയം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ഫങ്ഷൻസ്, ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അവൈലബിൾ ആണ്? ഡ്രൈവറും ഫങ്ഷൻസ് ഏതൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ മതി. രണ്ടും ക്ലോസ് ബ്രൗസറും ഇനീഷ്യലൈസ് ബ്രൗസറും. അപ്പൊ അതിനെ നമുക്ക് നമ്മളുടെ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റുവോ? നമ്മൾ ഇൻഹെറിറ്റൻസിൽ എന്താടാ പഠിച്ചേ? ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യം ചെയ്തോളൂ, ഹാൻഡിൽ ബേസിക് ബ്രൗസർ കമാൻഡ്സിലേക്ക് വരിക, അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക.
ഫംഗ്ഷന്റെ പേര് വെരിഫൈ കമാൻഡ്സ് കൊടുക്കാം. ബ്രാക്കറ്റ്സിൽ സെൽഫ് ഒറ്റ തവണ കൊടുക്കും. എൻ്റർ അടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ URL ഒന്ന് മാനുവലി ആക്സസ് ചെയ്യാമോടാ ആരെങ്കിലും? ഒന്ന് ആക്സസ് ചെയ്തേടാ അലീന. അത് ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് കൊണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, ഇതില് നമ്മളുടെ ടാബിന്റെ മേലെ ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ? ഇപ്പൊ ഹോവർ ചെയ്ത് തന്നെ ഇതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷന്റെ ടൈറ്റിലാണ് ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടാബിന്റെ ടൈറ്റിലാണ്. നമ്മുടെ ആപ്ലിക്കേഷന്റെ നമ്മുടെ URLന്റെ ടൈറ്റിലാണ് ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എനിക്കിത് ഫെച്ച് ചെയ്യണമെങ്കിൽ self.driver.title എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, പൈച്ചാമിലേക്ക് തിരിച്ചു വരിക, പ്രിന്റ് ചെയ്യാം. ബ്രാക്കറ്റ്സില് self.driver. സെൽഫിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക അലീന. self.driver.title. ടൈറ്റിൽ TITL കേട്ടോ. എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടത്തില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ വരട്ടെ. എന്ത് ചെയ്യാ? ഹാൻഡിൽ ബേസിക് ബ്രൗസർ കമാൻഡ്സിനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഹാൻഡിൽ ബേസിക് ബ്രൗസർ അങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. മിസ്റ്റേക്ക് ഉണ്ടല്ലോ അലീന. H= ആണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ. ഇനി ആദ്യം നമ്മൾക്ക് ഇനീഷ്യലൈസ് ബ്രൗസറിനെ ആക്സസ് ചെയ്യാം. എങ്ങനെ ആക്സസ് ചെയ്യാം? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. നെക്സ്റ്റ് ഏതാ വിളിക്കുക? ക്ലോസ് ബ്രൗസർ നമുക്കിപ്പോൾ വിളിക്കേണ്ട. ബ്രൗസർ ക്ലോസ് ആയി പോയാൽ നമുക്ക് ടൈറ്റിൽ കിട്ടത്തില്ല. പിന്നെ നമുക്ക് ആരെ വിളിക്കണം? വെരിഫൈ കമാൻഡ്സിനെ വിളിക്കണം. ഓക്കെ, കുഞ്ഞാ സോഫയിൽ കയറി കിടന്നു. എക്സിക്യൂട്ട് ചെയ്ത ഫയല് ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് പ്രിന്റ് ആയില്ലേ? സോ ഇതാണ് നമ്മളുടെ ടൈറ്റിൽ. മാം എനിക്ക് എറർ ഉണ്ട്. ഷെയർ ചെയ്ത് സ്ക്രീൻ അഖിലേന്ദു. കുഞ്ഞാ ഇവിടെ ഇമ്പോർട്ടൻ്റ് അവിടെ.
ബേസിക് സെലീനിയം കാണിച്ചേടാ. സോറി മ്യൂട്ടിലായിരുന്നേ. ബേസിക് സെലീനിയം കാണിച്ചേടാ. ക്ലാസ് ബേസിക് സെലീനിയം അല്ല, ക്ലാസ് ഇതെടുത്ത് ബ്രൗസർ കമാൻഡ്സ് എടുത്ത് ബേസിക് സെലീനിയം അല്ലടാ, ബേസിക്സ് ഇല്ലല്ലോ. ക്ലാസിന്റെ പേരിൽ ബേസിക്സ് ഇല്ലല്ലോ, ബേസിക് സെലീനിയം എന്നല്ലേ ഉള്ളൂ. എല്ലാം ഉണ്ടല്ലോ. ഫയൽ നെയിം അല്ലേ വെച്ചു, ക്ലാസിന്റെ നെയിം. ക്ലാസ് എടുത്ത് നോക്കിക്കേ, ഓപ്പൺ ചെയ്ത് അതില് യെസ്. ക്യാപിറ്റൽ എസ് മാത്രമേ, ബേസിക്സ് വേണ്ട. അവിടെയല്ല, അവിടെ മാറ്റണ്ട. അത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് മാറ്റണ്ട. ആ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ലേ, അവിടെ ഒന്ന് മാറ്റിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് വന്നോളൂ. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റേ, അത് നേരെ ഇമ്പോർട്ട് ചെയ്തേനി. ഇനി അവിടെ കൊണ്ട് കേഴ്സർ വയ്ക്ക്. ഇത് റിമൂവ് ചെയ്യട്ടെ. മറ്റേ റിമൂവ് ആ കോമ റിമൂവ് ചെയ്തോളൂ. എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. Got it. ഔട്ട്പുട്ട് കിട്ടിയില്ലേ? എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടിയില്ലേ? ഇനി എനിക്കിനി വേണ്ടത് എൻ്റെ ആപ്ലിക്കേഷൻ കറന്റ്ലി നിൽക്കുന്ന URL ഏതാണെന്നാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് current_URL. self.driver.title കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തേടാ print self.driver.current_URL. current_URL. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തേ. കറന്റ് URL കിട്ടിയോ? മനസ്സിലായോടാ? കറന്റ് URL മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക അവിടെ. ഇനി എന്നോട് കുറച്ച് നേരത്തെ ചോദിച്ചില്ലായിരുന്നോ, നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ടാബുകൾ ഓപ്പൺ ആയി വരുമ്പോ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏത് ടാബിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ടാബിനാണ് ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അലീന അല്ലേ? അലീനയാണോ അനഘയാണോ അറിയത്തില്ല, ഒരാൾ ചോദിച്ചിരുന്നു. സോ അതിന്റെ ആൻസർ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ബ്രൗസർ കമാൻഡ് window_handle. താഴെ കൊടുക്കാം print self.driver. current_window_handle.
എക്സിക്യൂട്ട് ചെയ്തേടാ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് നമ്മളുടെ ആപ്ലിക്കേഷനെ ബിൽഡ് ചെയ്തൊരു കോഡ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ നമ്മളുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത എൻറ്റയർ കോഡിനെ ഒന്ന് കാണണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് self.driver.page_source എന്ന് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്യടാ, പ്രിന്റ് self.driver.page_source. എക്സിക്യൂട്ട് ചെയ്തേ. നിങ്ങൾക്ക് ഒരു വലിയൊരു HTML കോഡ് കിട്ടിയില്ലേ? എല്ലാവർക്കും URL വന്നായിരുന്നോടാ? URL കഴിഞ്ഞ് വലിയൊരു HTML കോഡ് എല്ലാവർക്കും ടെർമിനലിൽ കാണുന്നുണ്ടോ? ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള പേജ് ലോഡ് ചെയ്ത സമയത്തുള്ള ആപ്ലിക്കേഷനിലെ കാര്യങ്ങൾ, ആപ്ലിക്കേഷന്റെ കോഡ്, HTML കോഡ്, അതായത് UI-ന്റെ കോഡ്. ക്ലിയർ ആണോടാ? ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ഈ വിൻഡോസ് ഹാൻഡിൽ എന്തുവായിരുന്നു? എന്തായിരുന്നടാ? അല്ല, വിൻഡോസ് ഹാൻഡിൽ എന്തുവായിരുന്നു? ഏതൊന്നൂടെ പറയൂടാ. കറന്റ് വിൻഡോ ഹാൻഡിൽ ആണോ? അതെ. കറന്റ് വിൻഡോ ഹാൻഡിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ടാബ് നമ്മളുടെ ഇപ്പോൾ കറന്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ടാബ് ഏതാണോ അതിന്റെ ഐഡിയ റിസീവ് ചെയ്യും. ഇതുവരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. നമുക്കിനി നാളെ നാവിഗേഷൻ കമാൻഡ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്. ഞാൻ നാളത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. താങ്ക് യു. Thank you. താങ്ക് യു. താങ്ക് യു. Bye.